പാലക്കാട് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. കൗണ്ടിംഗ് സെന്ററിന് പുറത്താണ് എന്ന് വേണം കരുതേണ്ടത്. കോൺഗ്രസ് പ്രവർത്തകർ സരിനെതിരെ നടത്തിയ പ്രതിഷേധമാണ് സംഘർഷത്തിൽ കലാശിച്ചതെന്നാണ് ആദ്യം ലഭിക്കുന്ന സൂചന. കോൺഗ്രസ് പ്രാദേശിക താല്പര്യങ്ങൾ പരിഗണിക്കാതെ പ്രവർത്തകരുടെ വികാരം മറികടന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കിയതിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. പി സരിൻ അതിൽ പ്രതിഷേധിച്ച് പാർട്ടി വിട്ടു, ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി. ഇന്നിപ്പോൾ സരിനെതിരെ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധമാണ് സംഘർഷത്തിൽ കലാശിച്ചതെന്നാണ് ആദ്യം ലഭിക്കുന്ന സൂചനകൾ. സരിൻ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വരുമ്പോഴാണ് ഈ കൂകി വിളിക്കൽ ഉണ്ടായത്. തുടർന്നാണ് സംഘർഷത്തിലേക്ക് കടന്നത്. പോലീസ് ഇപ്പോൾ നിലവിൽ ഇടപെട്ട് പ്രവർത്തകരെ തടഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രവർത്തകർ അയയുന്ന മട്ടില്ല. കൂടി നിൽക്കുന്ന പ്രവർത്തകരെല്ലാവരും തന്നെ പ്രതിഷേധ സൂചകമായ മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥി പി സരിനെ കൂവി വിളിച്ച് കോൺഗ്രസ് പ്രവർത്തകർ. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിജയം SDPI പ്രവർത്തകർക്കൊപ്പം ചേർന്ന് പ്രകടനമായി ആഘോഷിച്ച ശേഷം CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വരുന്ന മുൻ കോൺഗ്രസ് നേതാവ്, കോൺഗ്രസിന്റെ സാമൂഹിക മാധ്യമ വിഭാഗത്തിലെ പ്രധാനിയായിരുന്ന പി സരിൻ, അദ്ദേഹം ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മത്സരിച്ചിരുന്നു. പി സരിൻ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വരുന്നതിനിടെയാണ് കോൺഗ്രസ് പ്രവർത്തകർ വളഞ്ഞ് കൂകി വിളിച്ചത്. അത് സംഘർഷത്തിലേക്ക് നീങ്ങുമ്പോഴാണ് പോലീസിന്റെ ഇടപെടൽ. മുൻ കോൺഗ്രസ് നേതാവിനെ കോൺഗ്രസ് പ്രവർത്തകർ അധിക്ഷേപിക്കുകയാണോ കൂകി വിളിക്കുകയാണോ? പ്രവർത്തകരുടെ വലിയ കൂട്ടം തന്നെ അവിടെയുണ്ട്. നമ്മുടെ ലേഖകരെ ഏറ്റവും പെട്ടെന്ന് ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. പാലക്കാട് സംഘർഷം ഉടലെടുത്തിരിക്കുകയാണ്. പി സരിൻ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിയപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ കൂകി വിളിക്കുകയായിരുന്നു. തുടർന്നാണ് സംഘർഷ സാഹചര്യം ഉടലെടുത്തത്. നിലവിൽ പോലീസ് എത്തിച്ചേർന്ന പ്രവർത്തകരെ തടഞ്ഞിട്ടുണ്ട്. എങ്കിലും ആൾക്കൂട്ടവും പ്രവർത്തകരുടെ പ്രതിഷേധവും ഒക്കെ ഇപ്പോഴും തുടരുന്ന കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുന്നത്. വലിയ രീതിയിലുള്ള അവകാശവാദങ്ങളായിരുന്നു സരിൻ ഉന്നയിച്ചത്. പക്ഷേ കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. കിരൺകുമാർ ചേരുകയാണ് പാലക്കാട്ട് നിന്ന്. കിരൺകുമാർ, എന്താണ് വിശദാംശങ്ങൾ? എന്താണ് അവിടെ സംഭവിക്കുന്നത്? കിരൺ. പ്രതിപിള, പാലക്കാട് കോൺഗ്രസിന്റെ വിജയം, അതിന്റെ ആഹ്ലാദ പ്രകടനങ്ങൾ ഇപ്പോൾ ഒരു സംഘർഷാവസ്ഥയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. നേരത്തെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലീഡ് നില ഉയർന്ന സാഹചര്യത്തിൽ തന്നെ നേരത്തെ SDPI പ്രവർത്തകർ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിലെത്തി പടക്കം പൊട്ടിച്ചത് നേരിയ തരത്തിലുള്ള വാക്കുതർക്കങ്ങൾക്ക് കാരണമായിരുന്നു. പിന്നീട് പോലീസ് എത്തി ഇടപെട്ട് പ്രവർത്തകരെ പിന്തിരിപ്പിക്കുകയും ചെയ്തിരുന്നതാണ്. ഇപ്പോൾ വീണ്ടും വിക്ടോറിയ കോളേജിൽ നിന്ന് ആരംഭിച്ച ഈ കോൺഗ്രസിന്റെ ആഹ്ലാദ പ്രകടനം അത് ആരംഭിച്ച ഈ പാലക്കാട് ജില്ലാ കമ്മിറ്റി CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് സമീപത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഈ കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഈ കോൺഗ്രസ് പ്രവർത്തകർ ഇങ്ങോട്ട് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് അതിക്രമിച്ച് കടക്കാൻ ശ്രമിക്കുകയും ഈ കൂക്കി വിളിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് ഇപ്പോൾ ഒരു സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നത്. നേരത്തെ ഈ കൗണ്ടിംഗ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് വന്ന പി സരിനെ, LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള പി സരിനെ കോൺഗ്രസ് പ്രവർത്തകർ കൂക്കി വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴും പോലീസ് ഇടപെട്ടതിന് ശേഷം മാത്രമാണ് ഇദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. പിന്നീട് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് സരിൻ പോവുകയായിരുന്നു. സരിൻ പോകുന്ന സമയത്തായിരുന്നു ഇങ്ങനെ കോൺഗ്രസ് പ്രവർത്തകർ കൂക്കി വിളിച്ചു വന്നത്. ഇപ്പോൾ വീണ്ടും ഇവരുടെ ആഹ്ലാദ പ്രകടനം തുടങ്ങുന്നതിന് തൊട്ടു മുൻപായിട്ടാണ് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത്. പ്രവർത്തകർ മാത്രമല്ല, SDPIയുടെ പ്രവർത്തകരെയും കാണാൻ സാധിക്കുന്നുണ്ട്. അവരും കൂടി ഇതിൻ്റെ കൂടെ ചേർന്നിട്ടുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? കാരണം നേരത്തെ SDPIയുടെ ഒരു ആഹ്ലാദ പ്രകടനമൊക്കെ ഉണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിനെ ജയ് വിളിച്ചുകൊണ്ട്.
തീർച്ചയായിട്ടും രോഹിണി, ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ലീഡ് നില ഉയർന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഇവിടെ പ്രകടനമായി എത്തി ആഹ്ലാദം പങ്കുവച്ചത് ഈ SDPI പ്രവർത്തകരാണ്. ഇവർ പിന്നീട് CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിലെത്തി പടക്കം പൊട്ടിക്കുന്ന അടക്കമുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഏതായാലും അതിനെതിരെ പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥർ കൂടുതലായി എത്തിക്കൊണ്ടായിരുന്നു ഇവരെ പിന്തിരിപ്പിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഇപ്പോഴും ഈ ഒരു സംഘർഷത്തിന് കാരണം SDPI പ്രവർത്തകർ ഈ കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിൽ നിന്ന് നടത്തുന്നതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിരവധി SDPI പ്രവർത്തകർ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഈ പ്രകടനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഇവർ തന്നെയാണ് ഈ ചെറിയ തരത്തിലുള്ള ഈ അക്രമ സംഭവങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ കോൺഗ്രസിന്റെ വിജയം അതിൽ ആഹ്ലാദം കൂടുകയും ഒപ്പം തന്നെ വലിയൊരു സംഘർഷാവസ്ഥയിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഏറ്റവും പുതിയ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. അവിടെ പോലീസ് ഇടപെട്ട് സംഗതികൾ തൽക്കാലമെങ്കിലും ശാന്തമാക്കിയിരിക്കുകയാണ്.